തിരികെ എത്താം. നിർമ്മല അബ്രഹാം നമുക്കൊപ്പം ചേരുമ്പോൾ, നിർമ്മല അബ്രഹാം, ബജറ്റിനകത്ത് എന്തുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്താണ് കേരളത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് ധനമന്ത്രി പറയുന്നു. സൺറൈസ് എക്കോണമി ആയിരിക്കുന്നു, സൂര്യോദയ സമ്പദ്ഘടന ആയിരിക്കുന്നു എന്ന് പറയുന്ന മന്ത്രിയുടെ അവകാശവാദം, അത് എത്രത്തോളം ശരിവെച്ചുകൊണ്ട് വേണം ബജറ്റിനെ വിലയിരുത്താൻ? ഇല്ല, കേരളത്തിന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡയർ സ്ട്രേറ്റ്സിലാണ്. അതിപ്പം എങ്ങനെ മറച്ചു വെക്കാൻ നോക്കിയാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിന് വലിയ കാരണം എന്ന് വെച്ചാൽ, ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 50,000 രൂപ കടം മേടിച്ചിട്ട് ആ കടം വെച്ചിട്ടൊരു ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വെച്ച് എനിക്ക് ഒന്നെങ്കിൽ തിരിച്ചടയ്ക്കാം, അല്ലെങ്കിൽ ആ കടം ഉപയോഗിച്ച് എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തു തീർക്കും. കേരളം ചെയ്യുന്നത് രണ്ടാമത്തെ രീതിയാണ്. ഒരു ദിവസം തന്നെ പലിശയ്ക്കായിട്ട് തന്നെ 72 കോടിയോളം രൂപ മുടക്കുമ്പോഴത്തേക്കും ആ സ്റ്റേറ്റിനെ കുറിച്ച് പറയേണ്ടതില്ല. പിന്നെ രണ്ട്, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ ആയിട്ടുള്ള ഒത്തിരി കൺസ്ട്രെയിൻസ് കേരളത്തിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2018 ഈ സർക്കാർ അനുഭവിക്കേണ്ടി വന്ന ഒത്തിരി കൺസ്ട്രെയിൻസ്. 2018 പ്രളയം വന്നു, 19 പ്രളയം റിപ്പീറ്റ് ചെയ്തു, 2020 കോവിഡ് വന്നു. ആ സമയത്ത് നാച്ചുറലി ഒരുപാട് ആളുകൾക്ക് കിറ്റ് കൊടുക്കേണ്ടി വന്നു, പബ്ലിക് ഹോസ്പിറ്റൽസിൽ ഫ്രീ ഭക്ഷണം കൊടുക്കേണ്ടി വന്നു. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പം ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റിനെ ഒന്നുകൂടെ വീക്കാക്കും. അത് ഒരു വശത്ത്. KSRTCയുടെ കേസ്, ഇങ്ങനെ ഓരോരോ സെക്ടർ എടുത്താൽ നമുക്ക് KSRTCയുടെ ഉദാഹരണം കൂടെ പറയാം. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഉള്ള പബ്ലിക് ബസ്സുകളുടെ 5-1 പ്രൈവറ്റ് ബസ്സുകളേ ഉള്ളൂ. ആന്ധ്രാപ്രദേശിലുള്ള പബ്ലിക് ബസ്സുകളുടെ 7-1 പ്രൈവറ്റ് ബസ്സുകളേ ഉള്ളൂ. കർണാടകയിലുള്ള പബ്ലിക് ബസ്സുകളുടെ പകുതി പ്രൈവറ്റ് ബസ്സുകളേ ഉള്ളൂ. കേരളത്തിൽ പക്ഷേ സ്ഥിതി നേരെ ഓപ്പോസിറ്റാണ്. കേരളത്തിൽ എത്ര 5000 KSRTC ബസ് ഉണ്ടെങ്കിൽ 30,000 പ്രൈവറ്റ് ബസ്സുകളാണ്. സോ അത് ഒരു വശത്ത്. റവന്യൂ ആകെപ്പാടെ 162 കോടിയേ ഉള്ളൂ. സാലറിയും പെൻഷനും തന്നെ ആകുമ്പോൾ തന്നെ അത്രയും രൂപ ചിലവാകുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കേരളത്തിനുണ്ട്. ഒരു പരിധിക്കപ്പുറം കേരള ഗവൺമെന്റിന് മുടക്കാൻ സാധിക്കുന്നില്ല, കാരണം കടം മേടിച്ച് കടം അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സ്റ്റാർട്ടപ്സിന്റെ എംപ്ലോയ്മെന്റ് കേസ്, ഇപ്പൊ സ്റ്റാർട്ടപ്സിന്റെ കേസിലാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു IT ഹബ് ആകാനുള്ള പൊട്ടൻഷ്യൽ കേരളത്തിലുണ്ട്. പക്ഷെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ടപ്സ് വിജയിക്കുന്നതിന്റെ ശതമാനം കൂടെ നോക്കണം. ഇപ്പം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു റിസർച്ചിൽ 2-3 വർഷം മുന്നേ പുറത്തു വന്ന ഒരു പഠനമാണ്. അതായത് ഏകദേശം ഇത്രയും സ്റ്റാർട്ടപ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ 3 മുതൽ 4% മാത്രമേ അവിടെ വിജയം കാണുന്നുള്ളൂ സ്റ്റാർട്ടപ്സിന്റെ കേസ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, എന്ത് തരം തടസ്സമാണ് കേരളത്തിന് ആ കാര്യത്തിലുള്ളത് എന്നുള്ളത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും അത്തരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാനും കേരള ഗവൺമെന്റ് കുറച്ച് ഫണ്ട് മാറ്റിവെക്കേണ്ടതാണ്. കാരണം സ്റ്റാർട്ടപ്പിനുള്ള എല്ലാ പൊട്ടൻഷ്യലും നമുക്കുണ്ട്. കണക്ടിവിറ്റി ഉണ്ട്, നമുക്ക് IT ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അതിനുള്ള റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് പൊതുവെ ഫണ്ടിങ്ങും കുറവാണ്, അതനുസരിച്ചുള്ള ലാഭവും കുറവാണ്, സ്റ്റാർട്ടപ്സിന്റെ വിജയവും കുറവാണ്. സോ അങ്ങനെയുള്ള കേസ് നോക്കണം. പിന്നെ എംപ്ലോയ്മെന്റ് കേസ് ഈ ഗവൺമെന്റ് രാഷ്ട്രീയപരമായി സംസാരിക്കില്ല എങ്കിൽ പോലും 3 വർഷം മുന്നേ തന്നെ അവർ പറഞ്ഞത് 20 ലക്ഷം ജോലികൾ സൃഷ്ടിക്കും അടുത്ത 3 വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞു. ഇന്നും അന്നും നമ്മൾ എംപ്ലോയ്മെന്റ് റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആളുകളുടെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ. അതായത് 18-നും 40-നും ഇടയിൽ പ്രായമുള്ള ഏകദേശം 30 ലക്ഷത്തോളം അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്ത് ഉണ്ട്. 18-നും 60-നും ഇടയ്ക്ക് നോക്കിയാൽ ഏകദേശം 60 ലക്ഷം അൺഎംപ്ലോയിഡ് യൂത്ത് ഉണ്ട്. അന്ന് ഗവൺമെന്റ് ആദ്യ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ പോലും ഇന്ന് വരെ യാതൊരു ഇംപ്രൂവ്മെന്റും ആ ഫിഗറിൽ ഉണ്ടായിട്ടില്ല. സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ ഈ ഫിഗേഴ്സ് മാത്രം കാണുമ്പോൾ വിശ്വസിക്കാതെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു കാരണം. അപ്പോഴും ഞാൻ ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം, നേരത്തെ അത് പറഞ്ഞു വന്നതുകൊണ്ടാണ് അത് ആഡ് ഓൺ ചെയ്ത് ചോദിക്കുന്നത്. പൊതു സ്വകാര്യ മൂലധനം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ആശയങ്ങൾ കൊണ്ടുവരും എന്നാണ് ധനമന്ത്രി പറയുന്നത്. ഈ 3 വർഷം കൊണ്ട് 3 ലക്ഷം കോടിയുടെ നിക്ഷേപം, ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് വരെ പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. 3 വർഷം 3 ലക്ഷം കോടി എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, അത് പ്രാക്ടിക്കലേ അല്ല എന്ന് പ്രതിപക്ഷം പറയുന്ന ഒരു സാഹചര്യം ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിഭവ സമാഹരണത്തിനുള്ള ഒരു സാധ്യത എത്രത്തോളം ഫീസിബിൾ ആണ്, പ്രാക്ടിക്കൽ ആണ് എന്ന് കൂടിയാണ് വിലയിരുത്തുക. രണ്ട് കാര്യം പറയും. വിഭവ സമാഹരണത്തിൽ നമുക്ക് റവന്യൂ വരും, ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് രണ്ടിന്റെ ചരിത്രം എടുത്ത് നോക്കാം. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചരിത്രത്തിൽ നിസ്സാര ഉദാഹരണമാണ് കിറ്റെക്സ് ഇവിടുന്ന് വിട്ട് തെലങ്കാനയിൽ പോയപ്പോഴത്തേക്കും നമുക്ക് നഷ്ടപ്പെട്ടത് 3500 കോടി രൂപയും 35,000 ജോലികളുമാണ്. ഇതേ തെലങ്കാന നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളമായിട്ട് കമ്പയർ, നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യത്തിലൊക്കെ ഇതിൽ തർക്കം നടക്കുന്നുണ്ട്, നമുക്ക് കിട്ടുന്ന പൈസ കുറവാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ തെലങ്കാനയ്ക്ക് അത്ര പോലും കിട്ടിയിട്ടില്ല, പക്ഷെ അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്പം കൂടെ കേരള ഗവൺമെന്റ് ഓപ്പൺ ആക്കണം. ഒന്ന്, ഇനി റവന്യൂ സ്ട്രീമുകൾ ഓപ്പൺ ആക്കുന്ന കേസിൽ ടാക്സ് പിടിച്ചെടുക്കുന്നതിൽ വളരെ വീക്കാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ജുവലറി എടുക്കാം. നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് പോലെ സ്വർണത്തിന്റെ സ്വന്തം നാട് പോലെയാണ്. 7000 ജുവലറി ഷോപ്പുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ 7000 ജുവലറി ഷോപ്പുകളിൽ നിന്ന് എത്രമാത്രം പൈസ നമുക്ക് കിട്ടാനുണ്ട്. ഇപ്പം 3-4 മാസം മുന്നേ 33 ജുവലറികളിൽ നടത്തിയ റെയ്ഡുകളിൽ തന്നെ ഏകദേശം 1000 കോടിയുടെ ടാക്സ് വെട്ടിപ്പ് കണ്ടെത്തി. അതായത് 1000 കോടി ടാക്സ് ഗവൺമെന്റിനെ വെട്ടിച്ച്
ആളുകൾ കടത്തി എന്നുള്ളതാണ്. അപ്പം ആ 33 ജുവലേഴ്സിന് തന്നെ ഇത്ര അധികം റവന്യൂ നമുക്ക് കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ 7000 ജുവലേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം കാണും. സോ അതുകൊണ്ട് റവന്യൂ പിടിച്ചെടുക്കുന്നതിലും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ സൃഷ്ടിക്കുന്നതിലും കേരള ഗവൺമെന്റ് ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പരാജയപ്പെട്ടിട്ടുണ്ട്. മുന്നോട്ട് ആ നയം മാറ്റുകയാണെങ്കിൽ നന്നായിരിക്കും.